അനൂപ് ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ഏത് ഭാഗത്ത് തെറ്റുണ്ടാകട്ടെ, പക്ഷെ എങ്കിൽ പോലും ഒരു അതിജീവിതയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോട് കാണിച്ചത് സത്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളാണ്. ഈ കഴുത്തിൽ കയറിട്ട് മരിക്കാനായി തയ്യാറായ പെൺകുട്ടിയെ വീണ്ടും അത് കയറഴിച്ച് തറയിലിട്ടിട്ട് വീണ്ടും ശരീരത്തിൽ ലൈംഗിക വീഴ്ച നടത്തി എന്നാണ് പറയുന്നത്. അതിക്രൂരമായാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ലഹരിക്കടിമയായ ഒരു സൈക്കോ അല്ലേ? തീർച്ചയായിട്ടും ലഹരിക്കടിമയായിട്ടുള്ള ഒരു സൈക്കോ തന്നെയായിരുന്നു ഈ അനൂപ് എന്ന് പറയുന്ന ഒരു ആള്. ഈ വിവേകാനന്ദ സ്വാമികളാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന്. എന്നാൽ ആ ഒരു അതേ സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഭ്രാന്താലയത്തിന് സമാനമായിട്ടുള്ള സൈക്കോകളുടെ വാർത്തകളല്ലേ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുമ്പിലത്തെ ദിവസവും ഇന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ അനൂപ് ഈ പെൺകുട്ടിയെ ഇത്രയും അതിക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ മർദ്ദിക്കുകയും പിന്നീട് പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് മറ്റു സുഹൃത്തുക്കളുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും അതിൽ ആക്രോശിച്ചുകൊണ്ടാണ് ഇയാൾ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ. രാത്രി 11 മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. കയറിയ ഉടനെ ആക്രോശിച്ചുകൊണ്ട് ഇയാൾ ചോദിക്കുന്നത്, ഈ അനൂപ് ചോദിക്കുന്നത്, നീ ആരോടാണ് ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. അതിന് ശേഷം പിന്നീട് കയറിയിട്ട് ഇവിടെ ക്രൂരമായ രീതിയിൽ തല കൊണ്ടുപോയി ഭിത്തിയിലടിക്കുകയും പിന്നീട് അത്തരം രീതിയിൽ അവിടെ ആ മുറിയിലുണ്ടായിരുന്ന മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരത്തിലടിക്കുക തുടങ്ങിയ രീതിയിൽ കേട്ടാൽ ഞെട്ടുന്ന രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ളൊരു പീഡനമാണ് ഈ 19 വയസ്സുകാരിയായിട്ടുള്ള കുട്ടി നേരിടേണ്ടി വന്നത്. ഈ കുട്ടി ഒരു ഭിന്നശേഷിക്കാരിയാണ്. പെൺകുട്ടി നേരിടേണ്ടി വന്നത്. അതെ, ഭിന്നശേഷിക്കാരിയാണ്. 7ാം ക്ലാസ് വരെ മാത്രമേ ഈ കുട്ടി പഠിച്ചിട്ടുള്ളൂ. സ്കൂളിൽ 7ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് അത്തരം രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ വസ്തുത എത്രമാത്രമാണ് എന്ന് നമുക്കറിയില്ല. എങ്കിലും ഭിന്നശേഷിക്കാരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. പോക്സോ അതിജീവിതയാണ്. നേരത്തെയും സമാനമായ രീതിയിലല്ലെങ്കിലും പീഡനം നേരിടേണ്ടി വന്നിട്ടുള്ളൊരു ഒരു കുഞ്ഞാണ്. അപ്പം ദാരുണമായിട്ടുള്ള ഒരുപാട് ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഇത്രയും രീതിയിലുള്ള നിഷ്ഠൂരമായിട്ടുള്ള ഒരു ക്രൂരതയ്ക്ക് വാക്കുകൾ കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് സംഭവിച്ച ഒരു കാര്യം ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ലഹരിക്കടിമയായിട്ടുള്ള ആളുകളുമായിട്ട് സൗഹൃദം പങ്കിടുക, അതുപോലെ തന്നെ സുഹൃത്തുക്കളാക്കുക. ലഹരി എന്ന് പറയുന്നത് സാധാരണ ലഹരിയല്ല. ഈ സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള അതിക്രൂരമായിട്ടുള്ള ലഹരികൾ, വല്ലാത്ത ലഹരികൾ, അതായത് നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ സകല ചിന്തകളെയും മറ്റൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ലഹരികളാണല്ലോ ഇത്തരം ലഹരികൾ. ഇത് ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് സൗഹൃദത്തിലാവുക, സുഹൃത്ത് ഭംഗം പങ്കിടുക എന്ന് പറയുന്നത് പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കുകയും അവർക്കൊരു ഭീഷണി തന്നെ ആയി തീരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം വഴിയാണ് അനൂപ് എന്ന് പറയുന്ന യുവാവിനെ പരിചയപ്പെടുന്നത്. ഏറ്റവും വലിയ സംഭവം അതാണ്. ആതിര അയാളെ പരിചയപ്പെടുന്നതും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. ഈ പെൺകുട്ടി ഈ അനൂപിനെ പരിചയപ്പെടുന്നതും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. ഇവർ തമ്മിൽ 1 വർഷത്തോളമായി, 6 മാസമോ 1 വർഷമോ ആയി പരിചയത്തിലായിട്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ ആദ്യം പരിചയപ്പെടുകയും പിന്നീട് മറ്റ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവർ കാണാൻ വേണ്ടി പോവുകയും ഇത്തരത്തിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പം അനൂപിനെ യഥാർത്ഥത്തിൽ ചൊടിപ്പിച്ചത് മറ്റ് ആളുകളുമായിട്ട് ഇവക്ക് സംശയം. കാരണം ഇവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഫോൺ ഫുൾ ടൈം എൻഗേജ്ഡ്. അപ്പം ഇതിൻ്റെയൊക്കെ പകയും ദേഷ്യവും ഒപ്പം ലഹരിയും ഇതെല്ലാം ഉള്ളിൽ കയറ്റിയിട്ടാണ് ആ വീട്ടിലേക്ക് ഇയാൾ വരുന്നത്. ആ മാനസികാവസ്ഥയിലാണ് ഇയാൾ ആ പെൺകുട്ടിയെ നോക്കുന്നത്, കാണുന്നത്, പെരുമാറുന്നത്. അപ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്ന് വന്ന പ്രവൃത്തിയാണ് ഈ ക്രൂരമായിട്ടുള്ള പ്രവൃത്തി. അതായത് ഈ തലക്കിടിക്കുക, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക, പിന്നീട് ശരീരം വളരെ ഹൃദയമായി ശരീരം ഭോഗിക്കുക. ഈ കുട്ടിയോട് ലൈംഗിക ബന്ധത്തിന് വരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നിർബന്ധിച്ചു. ഈ പെൺകുട്ടി വഴങ്ങിയില്ല. തുടർന്ന് ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു.
അവസാനം സഹി കെട്ടിട്ട് ഈ കുട്ടി ഞാൻ പോയി ചാവാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആക്രോഹിച്ചത് എന്നാൽ പോയി ചത്തോ എന്നാണ്. അങ്ങനെ ഈ പെൺകുട്ടി മുകളിലേക്ക് പോയിട്ട് തൂങ്ങി, ഈ ഷാളിൽ തൂങ്ങാൻ വേണ്ടിയിട്ട് തൂങ്ങിയ സമയത്ത് പെട്ടെന്ന് ഇയാളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി ഉടലെടുക്കുകയും ഈ വീട്ടിലുണ്ടായിരുന്ന അടുക്കളയിൽ ചെന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ ഷാള് മുറിച്ചു മാറ്റുകയും ചെയ്തു. അപ്പം മുറിച്ചു മാറ്റിയതിന് ശേഷവും താഴത്ത് വീണ് ഈ കുട്ടിക്ക് പരിഭ്രാന്തിയാണ്, ഇയാൾ വീണ്ടും ഉപദ്രവിക്കുമെന്നുള്ള പരിഭ്രാന്തി. അതെ, ശ്വാസം കിട്ടുന്നില്ല, അതല്ലാതെ മറ്റു പരിഭ്രാന്തിയുണ്ട്, ഇയാൾ വീണ്ടും പീഡിപ്പിക്കുമെന്നുള്ള ഒരു പരിഭ്രാന്തി. അതിനിടയിൽ ഈ കുട്ടി ശ്വാസവും കിട്ടുന്നില്ല, ഒച്ച വെക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ കുട്ടി എന്താണ് മുഖത്ത് കൈവയ്ക്കാൻ ശ്രമിച്ചപ്പോൾ വാ പൊത്തിപ്പിടിക്കുകയും ഇതിനിടയിലാണ് മരണപ്പെടുന്നത്. ആ മരണപ്പെട്ടതിന് ശേഷം അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഈ പ്രതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എവിടത്തേക്കാണ് ശ്വാസം മുട്ടിച്ചതിന് ശേഷം 4 മണിക്കൂർ ഇയാൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പെൺകുട്ടിക്ക് ജീവൻ ശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കിടന്നു. പിന്നീടാണ് പിറ്റേന്ന് ശരീരം അപ്പൊ ഏത് തരത്തിലാണ് അതിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റത് എന്നുള്ളതാണ്. ആദ്യം സിറ്റ് ഔട്ടിലാണ് ഈ ബോഡി അർദ്ധനഗ്നയായിട്ടുള്ള ഇവളുടെ ബോഡി ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, അകത്തായിരുന്നു, വീട്ടിന്റെ അകത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇപ്പോൾ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ ഇൻസ്റ്റഗ്രാം വഴി ഈ സോഷ്യൽ മീഡിയകൾ പലപ്പോഴും നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഒന്നുകിൽ മരണത്തിൽ അല്ലെങ്കിൽ ഇത്തരം ക്രൂര പീഡനങ്ങൾക്കും ക്രൂരത നേരിടുന്ന അവസ്ഥയിലേക്കും ആയിരിക്കും. നിങ്ങൾ എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറെ പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. ഞാൻ ആൺകുട്ടികളെ മാത്രം കുറ്റക്കാരായി പറയുന്നില്ല, പെൺകുട്ടികളും ഇത്തരത്തിൽ ഞാൻ വന്ന് പറഞ്ഞോട്ടെ, പെൺകുട്ടികൾ ഇത്തരത്തിൽ കുറച്ചുകൂടി സ്വയം മാറേണ്ടതിന്റെ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോ പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടിയെ നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായി. 66 പേര് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഗൗതം. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഈ സുഹൃത്തിൻ്റെ പെൺസുഹൃത്ത് വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുടെ അമ്മയാണ്, 2 പെൺകുട്ടികളുടെ അമ്മയാണ്. അവൾക്കൊരു ഭർത്താവുണ്ട്, സന്തോഷകരമായ കുടുംബജീവിതം. ഈ ഫേസ്ബുക്ക് വഴി പഴയ കൂടെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരേ കോളേജിൽ പഠിച്ചവരാണ്. ആളെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ കാണുന്നു, ശാരീരികമായുള്ള ബന്ധം. ഈ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുടെ അമ്മയ്ക്ക് ഒരു പുരുഷനോട്, കല്യാണം കഴിയാത്ത ഒരു പുരുഷനോട് പ്രണയം തോന്നുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്. അപ്പോൾ ഇവർ തമ്മിൽ കാണുന്നു, പല സ്ഥലങ്ങളിലും വെച്ച് കാണുന്നു, പല റൂമുകളിലും വെച്ച് കാണുന്നു, ലൈംഗികമായി ബന്ധപ്പെടുന്നു. അതിനുശേഷം ഇയാൾ ഒരു വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച ഭാര്യയുമായി ഇയാൾക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല. വിവാഹം കഴിച്ച് പിറ്റേ ദിവസം മുതൽ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച സുഹൃത്തിൻ്റെ അടുത്ത സുഹൃത്തായ പെൺകുട്ടിയാണ്. വിവാഹം കഴിച്ച പുരുഷൻ അതിലും അടുത്ത സുഹൃത്തായ ആളാണ് എൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നില്ല, മീഡിയകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ എന്നോട് നാണം കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇവർ ഈ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ, ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഇയാൾ ഈ കാമുകിയെ, ഈ പെൺകുട്ടിയെ വിളിക്കുന്നു. പിന്നെ വീഡിയോ കോൾ ചെയ്ത് ഇവർ തമ്മിൽ പരസ്പരം കണ്ട് അവളുടെ നെറ്റിയിൽ ഇവൻ ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് ഇവൻ്റെ ആദ്യ രാത്രി ആഘോഷിക്കാനായി ഇവൻ കയറുന്നത്. അതിനുശേഷം പിറ്റേ ദിവസവും ഇവളെ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുമായി എനിക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല, അപ്പം നീ എന്നോടൊപ്പം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് പ്രോമിസ് വാങ്ങുന്നു. ഇതൊന്നും ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി അപ്പോഴും അറിയുന്നില്ല. കറക്റ്റ് കല്യാണം കഴിഞ്ഞ് 10ാമത്തെ ദിവസം ഈ കാമുകിയുമായി ഇവൻ ഹോട്ടൽ റൂമിൽ പോകുന്നു, ലൈംഗികമായി ബന്ധപ്പെടുന്നു. പിന്നീട് ഇവർ തമ്മിൽ നിരന്തരം കാണുന്നു. അതിനുശേഷം ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ പെൺകുട്ടി ഇത് അറിയുന്നു, കണ്ടുപിടിക്കുന്നു. അപ്പോഴേക്ക് ഇവനോട്, ഈ ഭർത്താവെന്ന് പറയുന്ന അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് പറ്റിപ്പോയി എന്നതിനപ്പുറം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഏകദേശം 4ഓ 5ഓ സ്ത്രീകളുമായി ഇവന് ലൈംഗിക ബന്ധമുണ്ട്. മാത്രമല്ല വാട്സപ്പ് കോളുകൾ, പലരെയും നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, വാട്സപ്പ് കോളുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയാണ് സെക്സ് ചെയ്യുന്നത്. പലരെയും നേരിട്ട് കണ്ടിട്ടില്ല. ഈ വിളിക്കുന്ന സ്ത്രീകളിൽ ഒരു 6 പേരുണ്ടെങ്കിൽ അതിൽ 5 പേരും വിവാഹിതരായ സ്ത്രീകളുമായാണ് ഇവന് ബന്ധം. അതിനുശേഷം ഈ പറഞ്ഞ 5 സ്ത്രീകളുമായി ഈ പെൺകുട്ടി സംസാരിച്ചു. അപ്പോൾ ഇതിൽ 5 പേരും വലയിൽ വീണുപോയതാണ്. ഇയാൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അതറിയാതെ
പെട്ടുപോയവരാണ് ഈ 5 പേര്. പിന്നീട് അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ഈ പറയുന്ന വ്യക്തി സമൂഹത്തിൽ വളരെ മാന്യതയുടെ മുഖം മൂടി അണിയുന്ന ഒരാളാണ്. കുടുംബത്തിൽ അതിലും വലിയ മാന്യതയുടെ മുഖം മൂടി അണിയുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും ഇത് നാട്ടുകാരോ വീട്ടുകാരോ വിശ്വസിക്കില്ല ഇയാൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തു എന്ന് പറ്റില്ല. പക്ഷേ ഈ 2 കുട്ടികളുടെ അമ്മയായ സ്ത്രീയോട് ഈ പെൺകുട്ടി അവരുടെ വീട്ടിൽ പോയി ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ഞാനും കൂടെയാണ് പോയത്, അതുകൊണ്ട് എനിക്കറിയാം കാര്യങ്ങൾ. പോയി ചോദിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നത്, ഒറ്റയ്ക്ക് ഞാൻ ഇനി വീണ്ടും അവനെ കണ്ടാൽ ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം വീണ്ടും വളരും, എനിക്ക് അവന് ഞാനോ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുന്നു, അപ്പോൾ നിന്റെ ഭർത്താവിന് 2 മക്കളോ? എൻ്റെ ഭർത്താവിന് 2 മക്കളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ വരണ്ട. ഈ ഒരു ബന്ധം ഭർത്താവ് അറിയാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ കൂടെ പോയി ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ബന്ധത്തിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അവിഹിതമല്ല, അതിനപ്പുറം മറ്റെന്തെങ്കിലും പേരിട്ട് ഇതിനെ വിളിക്കേണ്ടി വരും. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, നമ്മളെ വീട്ടിലുള്ള ഭർത്താവോ കാമുകനോ കഴിച്ചോ, നീ എവിടെയാ, നീ എന്ത് ചെയ്യുന്നു, നീ എന്താ മോളെ കഴിക്കാത്തത്, നീ കഴിച്ചില്ലെങ്കിൽ ചേട്ടന് വിഷമം വരൂലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഭർത്താവിനോ അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കാമുകനോ ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല. അവരൊക്കെ റിയാലിറ്റിയിൽ ജീവിക്കുന്നവരാണ്. അല്ലാതെ ഈ ഒരു എന്താ പറയുക, ഒരു മാജിക് മൊമെന്റിൽ ജീവിക്കുന്നവരല്ല, റിയാലിറ്റിയിൽ ജീവിക്കുക. അവർക്ക് ഇതിനൊന്നും സമയം കാണില്ല. ഇവിടെയാണ് ഇത്തരക്കാരുടെ ഒരു കടന്നു കയറ്റം ഉണ്ടാവുന്നത്. പക്ഷെ പല പെൺകുട്ടികളും വീണു പോകുന്നു. ചിലർ അറിഞ്ഞുകൊണ്ട് വീഴുന്നു, ചിലർ അറിയാതെ വീഴുന്നു. ചില പെൺകുട്ടികൾ പഠിച്ചിട്ടും പഠിക്കാതെ, അല്ല, വീഴ്ച എത്ര കിട്ടിയാലും പഠിക്കാതെ ചിലർ ഇതിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് പെണ്ണിനെയും ആണിനെയും കുറ്റം പറഞ്ഞിട്ട് എത്രയോ ആൺകുട്ടികൾ ഇത്തരത്തിൽ വീഴ്ത്തുന്ന പെൺകുട്ടികൾ. പക്ഷെ എന്തുകൊണ്ട് ഈ മനഃശാസ്ത്രം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഒരാള് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേണ്ട, താല്പര്യമില്ല, ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാനുള്ള മനഃശാസ്ത്രം, ആ ഒരു മനഃശാസ്ത്രം എന്തുകൊണ്ട് ആളുകൾക്ക് ഉണ്ടാവുന്നില്ല? അതിന് പകരമായിട്ട് ഒരാളെ വെടിവെച്ച് കൊല്ലുക, പെട്രോൾ ഒഴിച്ച് കൊല്ലുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ആളുകളുടെ മനോഭാവം ചെന്നെത്തുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. എന്തായാലും ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പണം ഉണ്ടാക്കലും സെക്സും ആണെന്ന് ചിന്തിക്കുന്ന വലിയൊരു യുവതലമുറ ഇവിടെയുണ്ട്. അവരുടെ ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരം കുറേ സംഭവങ്ങൾ, നാടിനെ നടുപ്പിക്കുന്ന ക്രൂരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്.